കഞ്ഞിക്കുഴിയിൽ ജൈവ കൃഷിരീതിയിലൂടെ വിളയിച്ചെടുത്ത നാടൻ കണിവെള്ളരി വിപണിയിലെ താരമാകുന്നു. വിഷു അടുത്തതോടെ പച്ചക്കറിക്കൊക്കെ ഡിമാൻഡ് കൂടുതലാണെങ്കിലും കണിവെള്ളരിക്ക് പ്രത്യേക ഡിമാൻഡാണ് കമ്പോളത്തിൽ. തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ അന്യസംസ്ഥാന കണിവെള്ളരികൾ വിഷു അടുത്തതോടെ കേരളത്തിലെ വിപണികളിൽ സുലഭമാണ്. എന്നാൽ അന്യസംസ്ഥാന കണിവെള്ളരികളെ അട്ടിമറിച്ചുകൊണ്ട് കഞ്ഞിക്കുഴിയിലെ നാടൻ കണിവെള്ളരി വിപണി കീഴടക്കുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിന് കീഴിൽ 9 സംഘങ്ങളായി വിഭജിച്ച സ്വാശ്രയ കൃഷിക്കൂട്ടമാണ് ജൈവ കൃഷിരീതിയിലൂടെ നാടൻ കണിവെള്ളരി വിളയിച്ചെടുക്കുന്നത്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വിവിധയിടങ്ങളിൽ 100ഓളം ഏക്കറുകളിലായാണ് കണിവെള്ളരി കൃഷി ചെയ്യുന്നത്. രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാത്തതിനാൽ കഞ്ഞിക്കുഴിയിലെ കണിവെള്ളരിക്ക് ആവശ്യക്കാർ ഏറെയാണ്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് CDS സ്റ്റാൾ, ആലപ്പുഴ ഹോർട്ടികോർപ്പ് എന്നിവ വഴിയാണ് കണിവെള്ളരിയുടെ വിപണനം നടക്കുന്നത്. കണിവെള്ളരിക്ക് 18 രൂപയാണ് കർഷകർ ഈടാക്കുന്നതെങ്കിൽ വിഷു അടുക്കുന്നതോടെ വിപണിയിൽ വില വർദ്ധിക്കാനാണ് സാധ്യത. 2 ദിവസങ്ങൾക്കിടയിൽ 8 ടൺ കണിവെള്ളരിയുടെ വിപണനം നടന്നതായി കർഷകർ പറയുന്നു. എന്തിനും ഏതിനും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിന് സ്വയം പര്യാപ്തതയുടെ മാതൃകയാവുകയാണ് കഞ്ഞിക്കുഴിയിലെ കർഷകരും അവർ വിളയിച്ചെടുത്ത നാടൻ കണിവെള്ളരിയും.